ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ല ക്രഞ്ചിയായി നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കാവുന്ന ഒരു സ്നാക്സ് ആണ്. ഇതുവരെ നിങ്ങൾ ആരും ചിന്തിക്കാത്ത രീതിയിൽ പുറംവശം നല്ല ക്രിസ്പിയും എന്നാൽ ഉൾഭാഗം നല്ല സോഫ്റ്റുമായി നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കിയ ഒരു വെറൈറ്റി സ്നാക്സ് ആണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇത് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വളരെ സിമ്പിളായി നമ്മുടെ വീട്ടിൽ എങ്ങനെ ഈ സ്നാക്സ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് ഷാജഹാൻ കരീം. ടേസ്റ്റ് ഓഫ് ബെസ്റ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കാം. നേന്ത്രപ്പഴം കൊണ്ടുള്ള ഈ സ്നാക്സ് ഉണ്ടാക്കുന്നതിന് ഇതുപോലെ നല്ലവണ്ണം പഴുത്ത മീഡിയം വലുപ്പത്തിലുള്ള 4 പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പഴം ചെറിയ ക്യൂബ്സുകളാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പഴം പോലെ നല്ലവണ്ണം പഴുത്ത് തൊലിയെല്ലാം കറുത്തുപോയ പഴമാവരുത്. അത്രത്തോളം പഴുക്കേണ്ട ആവശ്യമില്ല, എന്നാൽ നല്ല പഴുത്ത പഴമായിരിക്കുകയും വേണം. അടുത്തതായി ഇതുപോലെ ഒരു അടികട്ടിയുള്ള പാത്രമെടുത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ 3ആയി മുറിച്ച 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. ഫ്ലെയിം ഒരു മീഡിയം ടു ലോയിൽ സെറ്റ് ചെയ്യുക. ശേഷം ഈ അണ്ടിപ്പരിപ്പ് 1 മിനിറ്റ് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറുതായി കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് കറുത്ത മുന്തിരി കൂടി ചേർത്ത് കൊടുക്കുക. മുന്തിരി ഇട്ട് ഒരു 30 സെക്കൻഡ് നന്നായി ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക. 30 സെക്കൻഡ് കൈവിടാതെ ഇളക്കി മുന്തിരി ഇതുപോലെ ചെറുതായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത കോക്കനട്ട് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നതുവരെയും കോക്കനട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. കോക്കനട്ട് ഇതുപോലെ ചെറുതായി ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. കോക്കനട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെയും ഇളക്കി കൊടുക്കുക. കോക്കനട്ട് ഇതുപോലെ ചെറുതായി കളർ മാറി ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷുഗർ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. നമ്മൾ ചേർത്ത് കൊടുത്ത ഷുഗർ നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന 4 നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത നേന്ത്രപ്പഴം നന്നായി കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായി ഫ്ലെയിം ഒരു മീഡിയത്തിൽ സെറ്റ് ചെയ്ത് 5 മിനിറ്റ് നന്നായി ഇളക്കി കുക്ക് ചെയ്തെടുക്കുക. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നേന്ത്രപ്പഴം നന്നായി കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ ഈ നേന്ത്രപ്പഴത്തിന്റെ മിക്സ്ചർ കുറച്ച് കട്ടിയായി കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ഈ മിക്സറിൽ നന്നായി മിക്സ് ചെയ്തെടുത്ത് 1 മിനിറ്റ് കൂടി ചൂടാക്കിയെടുക്കുക. 1 മിനിറ്റ് കൂടി ഞാൻ ചൂടാക്കി. ഈ മിക്സർ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ മിക്സർ ചെറുതായി ഒന്ന് തണുക്കാൻ അനുവദിക്കണം. തണുത്ത ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഈ പാത്രം ഇതുപോലെ ബർണറിൽ നിന്ന് മാറ്റി ടേബിൾ ടോപ്പിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് തണുക്കാൻ അനുവദിക്കുക. ചെറുതായി തണുത്തു വന്നിട്ടുണ്ട്. നമുക്ക് ഈ മിക്സറിനെ 2 കൈകൾ ഉപയോഗിച്ച് ഇതുപോലെ ഞെരടി നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഞാനിവിടെ ഈ മിക്സർ 5 മിനിറ്റ് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സിനെ ഇതുപോലെ ഒരു പരന്ന ട്രേയിലേക്ക് മാറ്റി വയ്ക്കാം. 30 സെന്റിമീറ്റർ നീളവും 20 സെന്റിമീറ്റർ വീതിയുമുള്ള ഇരുമ്പിന്റെ ട്രേ ആണിത്. ഇതേപോലുള്ള ട്രേ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്ലാസ്റ്റിക്കിന്റെ ട്രേ ആയാലും മതി, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സ്റ്റീലിന്റെ പ്ലേറ്റ് ആയാലും മതി. 1/2 ഇഞ്ച് കനത്തിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. അടുത്തതായി ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിന്റെ ഒരു സ്ലൈസർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിന്റെ സ്ലൈസർ കൊണ്ടോ ട്രേയുടെ എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ വരത്തക്ക രീതിയിൽ ഒരുപോലെ പരത്തി കൊടുക്കുക. 1/2 ഇഞ്ച് കനത്തിൽ ഇതുപോലെ ട്രേയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ പരത്തിയ ശേഷം ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ തണുക്കാനായി വെക്കണം. നല്ലവണ്ണം തണുത്താൽ മാത്രമേ നല്ല ഷേപ്പിൽ ഒരുപോലെ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. നേന്ത്രപ്പഴത്തിന്റെ മിക്സ് തണുത്തു വരുന്ന ആ സമയം കൊണ്ട് ഫ്രൈ ചെയ്യാനുള്ള കോട്ടിങ്ങിനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് പ്ലെയിൻ ഷുഗർ ഇല്ലാത്ത കോൺഫ്ലെക്സ് ആണ്. ഷുഗർ ഇല്ലാത്ത കോൺഫ്ലെക്സ് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഈ കോൺഫ്ലെക്സ് കൈകൊണ്ട് തന്നെ ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കുക. ഇതുപോലെ ചെറുതായി ഒന്ന് പൊടിച്ചെടുത്ത ശേഷം മാറ്റിവെക്കാം. ഇനി കോൺഫ്ലെക്സ് കിട്ടിയില്ലെങ്കിൽ ബ്രെഡ് ക്രംസും ഉപയോഗിക്കാവുന്നതാണ്, പക്ഷേ കോൺഫ്ലെക്സ് ആണ് ടേസ്റ്റ് കൂടുതൽ. ചെറിയൊരു ബൗളിൽ 3 മുട്ട എടുത്ത ശേഷം ഇതുപോലെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. അവസാനമായി ഇതുപോലെ ചെറിയൊരു പ്ലേറ്റിൽ 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തു വയ്ക്കുക.
ഇനി നമുക്ക് തണുക്കാനായി വെച്ചിരുന്ന ട്രേ പുറത്തെടുത്ത് വെച്ച് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറിയ നൈഫ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഡോ സ്ക്രാപ്പർ ഉപയോഗിച്ചോ 12 പീസുകളായാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നീളത്തിലോ റൗണ്ടിലോ എല്ലാം കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ 4 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയുമുള്ള പീസുകളായാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ കട്ട് ചെയ്തതുപോലെ കട്ട് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നീളവും വീതിയും എല്ലാം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. ഇതുപോലുള്ള 12 പീസുകളായാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കിതിനെ കോൺഫ്ലെക്സിൽ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലെക്സും മുട്ടയും മൈദയുമെല്ലാം ടേബിളിന്റെ മുകളിൽ ഇതുപോലെ പരത്തി വെച്ച ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പീസ് എടുത്ത് ആദ്യം മുട്ടയിലൊന്ന് മുക്കുക. അതിനുശേഷം മൈദയിൽ നല്ലവണ്ണം ഒന്ന് കോട്ട് ചെയ്യുക. ഒന്നുകൂടി മുട്ടയിൽ മുക്കിയ ശേഷം കോൺഫ്ലെക്സിന്റെ മുകളിൽ വെച്ചുകൊടുത്ത് മുട്ടയാവാത്ത കൈകൊണ്ട് അല്ലെങ്കിൽ കയ്യിലുള്ള മുട്ട തുടച്ചു കളഞ്ഞ ശേഷമോ എല്ലാ ഭാഗത്തും കോൺഫ്ലെക്സ് ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് പിടിപ്പിക്കുക. ഫ്രൈ ചെയ്ത ശേഷം ഈ സ്നാക്സ് നല്ല ക്രഞ്ചിയായി ഇരിക്കണമെങ്കിൽ കോൺഫ്ലെക്സ് എല്ലാ ഭാഗത്തും നന്നായി പിടിച്ചിരിക്കണം. കോൺഫ്ലെക്സ് ഇതുപോലെ നന്നായി കോട്ട് ചെയ്തെടുത്ത ശേഷം ഇതിനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ എല്ലാ പീസും കോൺഫ്ലെക്സ് നല്ലവണ്ണം കോട്ട് ചെയ്തെടുക്കുക. ആദ്യമായി ഒരു 3 പീസ് എടുത്ത് ഓയിലിൽ ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഞാൻ ഇതുപോലെ ഒരു കടായിൽ ഓയിൽ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണയും ഉപയോഗിക്കാവുന്നതാണ്. ഒരു ലോ ടു മീഡിയത്തിലാണ് ഹീറ്റ് സെറ്റ് ചെയ്യേണ്ടത്. ഓയിൽ അധികം ചൂടാവേണ്ട ആവശ്യമില്ല. കാരണം ഈ നേന്ത്രപ്പഴത്തിന്റെ മിക്സ് ഓൾറെഡി കുക്കായതാണ്. നമ്മൾ കോട്ട് ചെയ്തിട്ടുള്ള കോൺഫ്ലെക്സ് മാത്രം ജസ്റ്റ് ഒന്ന് ക്രിസ്പിയായി കിട്ടിയാൽ മതി. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 1-2 തവണ തിരിച്ചും മറിച്ചുമെല്ലാം ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെയും ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം 1 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നതാണ്. ഇതുപോലെ നല്ല കളറായി വരുന്ന സമയത്ത് നമുക്ക് ഓയിലിൽ നിന്നും കോരി മാറ്റാം. മറ്റുള്ള പീസുകളും കൂടി ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ വളരെ ക്രഞ്ചി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള സ്നാക്സ് റെഡിയാണ്. നേന്ത്രപ്പഴം കൊണ്ട് വെറൈറ്റി ആയി ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണിത്. കുട്ടികൾക്ക് സ്നാക്സായി സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയൊരു സ്നാക്സ് കൂടിയാണിത്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എനിക്ക് കമൻറ്റ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ബെല്ലൈക്കനിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. വീണ്ടും നല്ലൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്.